ജയിലിലെ കുറച്ച് ദിവസം കിടക്കുമ്പോൾ വീട്ടിലെ കട്ടിലിന്റെയും കിടക്കയുടെയൊക്കെ വില മനസ്സിലാവുന്നത്. ഗിരേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഏയ് സാരമില്ല. നിന്റെ അച്ഛന്റെ മരണത്തിൽ പങ്കുള്ള ഒരാളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ശരിക്കും ചെയ്ത തെറ്റിന് നിനക്ക് എന്നെ ശിക്ഷിക്കാനുള്ള തെളിവുകളൊന്നുമില്ല. അപ്പൊ പിന്നെ ഒരു കള്ളക്കേസിലാണെങ്കിലും ഞാൻ അർഹിക്കുന്ന ശിക്ഷ എനിക്ക് കിട്ടട്ടെ എന്ന് നീ കരുതി കാണും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഗിരേട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ പിന്നെ എങ്ങനെ ചിന്തിക്കണമെന്ന് നീ പറ. ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ ജയിലിൽ കിടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും നീ എന്നെ പുറത്തിറക്കാൻ ഒന്നും ചെയ്തില്ല. മഹിമയ്ക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും നീ അവളെ സംരക്ഷിക്കുകയല്ലേ ചെയ്തത്. സാരമില്ല, മഹിമ നിനക്ക് മകളെ പോലെയാണെന്ന് നീ എപ്പോഴും പറയാറുണ്ട്. എന്നെക്കാൾ കൂടുതൽ നീ അവൾക്ക് പ്രാധാന്യം കൊടുത്തത് എന്തുകൊണ്ടാണെന്നും എനിക്ക് മനസ്സിലാക്കാം. രക്തബന്ധം മറ്റെന്തിനേക്കാളും വലുതാണല്ലോ. പക്ഷേ അതിന് എന്നെ എല്ലാവരുടെയും മുന്നിൽ ഒരു കൊലയാളിയാക്കി മാറ്റണമായിരുന്നു. നമ്മുടെ കുഞ്ഞ് എന്നെ ഒരു കൊലയാളിയായി കാണുന്നതിൽ നിനക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഗിരേണ്ണെ ദ്രോഹിക്കാൻ നോക്കിയതല്ല. ഗിരേണ്ണെ രക്ഷിക്കണമെങ്കിൽ മഹിമയാണ് പീതാംബരനെ കൊന്നതെന്ന് ഞാൻ പറയണമായിരുന്നു. അവക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവളെ കൊണ്ട് അത്രയും വലിയൊരു ക്രൂരത കാണിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓഹോ, അപ്പൊ എന്നെ കൊണ്ട് ആ ക്രൂരത ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിച്ചു? അങ്ങനെ ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ ഗിരേണ്ണെ രക്ഷിക്കാൻ വേണ്ടി അന്വേഷണം നടത്തുവോ? മഹിമയ്ക്കെതിരെയുള്ള തെളിവുകളെല്ലാം കണ്ടുപിടിച്ചത് ഞാൻ തന്നെയല്ലേ? എന്നിട്ട് ആ തെളിവുകളെല്ലാം നീ എന്താ ചെയ്തേ? അതെല്ലാം പൂഴ്ത്തിവെച്ചു. നീ അന്വേഷണം നടത്തിയത് മഹിമയ്ക്കെതിരെയുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കാനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ആ സ്റ്റേഷനിൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഓഫീസറായിരുന്നു അനിത. അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് അവളുടെ അച്ഛൻ അനിൽകുമാറിനെ ഓർമ്മ വരും. അയാളുടെ മകൾക്കും അയാളുടെ സ്വഭാവം തന്നെയാ കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും അവസാനം എന്നെ ജയിലിൽ നിറക്കാൻ അനിത തന്നെ വേണ്ടി വന്നു. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നേനെ. ഒരിക്കലുമില്ല. ഞാൻ ഐശ്വര്യ മാഡത്തെ കണ്ട് എല്ലാ സത്യങ്ങളും പറയാൻ പോയതായിരുന്നു. പക്ഷേ എനിക്ക് മുമ്പ് അനിത മാഡം അവരോട് എല്ലാം പറഞ്ഞു. നീ പറയുന്നത് വിശ്വസിക്കല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഗിരിയേട്ടന് എന്റെ മീതെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ഞാൻ എല്ലാരെയും അന്ധമായി വിശ്വസിക്കുന്നോണ്ടാണ് ചതിക്കപ്പെടുന്നതെന്നല്ലേ നീ പറയാറുള്ളത്? നിന്റെ ഉപദേശം കേൾക്കുകയാണെങ്കിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കണം? നീ എന്നെ കാണാൻ ജയിലിലേക്ക് വന്നപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. നാട്ടുകാരും പോലീസുകാരും എല്ലാം എന്നെ കുറ്റപ്പെടുത്തിയിട്ടും നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതി. നീ ജയിലിലേക്ക് വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പൊ മനസ്സിലായി, നീ വന്നത് കുറ്റബോധം കൊണ്ട് മാത്രമോ? ഞാൻ നിന്നോടൊന്ന് ചോദിച്ചോട്ടെ, മഹിമയ്ക്കും ഡ്യൂട്ടിക്കും വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്താ നേടിയത്? ജോലിയോടുള്ള നിന്റെ ആത്മാർത്ഥത കണക്കാക്കാതെ നിന്റെ ജോലിയിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഡ് ചെയ്തു. നിനക്ക് മഹിമയോടുള്ള സ്നേഹം മനസ്സിലാക്കാതെ അവളെ നിന്നെ വെറുത്തുകൊണ്ടിരിക്കുക. നീ എന്നെ എന്തുമാത്രം വെറുത്താലും തിരിച്ച് സ്നേഹിക്കാൻ മാത്രം തയ്യാറായ ഞാൻ നിൽക്കുന്നത്. എന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലേ?
ഡാ അയ്യേ, എന്തിനാ മോനെ ഇങ്ങനെ കരയുന്നത്? നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? മഹിമയ്ക്കൂടെ ധൈര്യം കൊടുക്കേണ്ടത് നീയല്ലേ? അമ്മ, ഞാൻ അവക്ക് എങ്ങനെ ധൈര്യം കൊടുക്കാനാ? അവളെ ജയിലിൽ കയറ്റണമെന്ന് എല്ലാരും കൂടി തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക. നിന്റെ കൂട്ടുകാരൻ മഹിമയ്ക്ക് വേണ്ടി വാദിക്കില്ലേ? അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ലമ്മേ. ഈ കേസിൽ കോടതി അവക്ക് ജാമ്യം കൊടുക്കാൻ സാധ്യത കുറവാ. ഇന്നെന്തായാലും കോടതി ഇന്ന് മഹിമ നേരിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകും. അമ്മേ, അവൾ അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എടാ, മഹിമ മിടുക്കിയ. എത്ര മോശം അവസ്ഥയാണെങ്കിലും അവക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. മിക്കവാറും ജയിലിലെ എല്ലാവരെയും അവള് വരച്ച വരെ നിർത്തും. ഇതൊക്കെ അമ്മ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. മോനെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രതീക്ഷയില്ലാതെ പറ്റില്ല. മഹിമ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാലോ. അപ്പോ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം വയ്ക്കുക. അവളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള വഴി ദൈവമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരും. അല്ല, നീ ഗിരിയെ മഞ്ജുവിനെ കണ്ട് സംസാരിച്ചോ? എന്തിനെ? ഇപ്പൊ അവര് കാരണമല്ലേ മഹിമ ജയിലിലേക്ക് പോകുന്നത്? മഞ്ജു മഹിമ സ്വന്തം മോളെ പോലെ കാണുന്നല്ലേ പറയാറ്? അമ്മേ, സ്വന്തം മോളോട് ചെയ്യുന്ന കാര്യമാണോ മഹിമോട് ഇപ്പൊ ചെയ്തത്? ഗിരി രക്ഷിക്കാൻ വേണ്ടിട്ടേ അവള് മഹിമയെ കുരുതി കൊടുത്തതാ. അങ്ങനെയൊന്നും പറയല്ലേടാ. അവളൊരു ഭാര്യ മാത്രമല്ല, ഒരു അമ്മയും കൂടെയാ. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവള് ചെയ്തു. അതിനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റുവാടാ? അപ്പൊ പിന്നെ മഹിമ മോളെ പോലെയാണെന്ന് പറഞ്ഞ് നടക്കരുത്. അതൊക്കെ മഞ്ജുവിന്റെ പ്രശ്നങ്ങളായിരുന്നു അമ്മേ. ഗിരിയെ പുറത്തിറക്കാൻ വേണ്ടി അവക്ക് വേറെ വഴികൾ കണ്ടുപിടിക്കാമായിരുന്നു. അതിനെന്തിനാ മഹിമ കേസിൽ കുടുക്കിയത്? ഗോപാലിന് പണി കൊടുക്കാൻ മഹിമ പല കളികളും കളിച്ചിട്ടില്ലേ? അതെല്ലാം വിജയിക്കുമ്പോ മഞ്ജു പലപ്പോഴും എല്ലാവരും മുന്നിൽ മണ്ടി ആവാറുണ്ട്. അതിനെ ദേഷ്യം ഉള്ളി കിടന്നുകൊണ്ടായിരിക്കും മഞ്ജുവിന് ഇങ്ങനൊരു ക്രൂരത മഹിമയോട് കാണിക്കാൻ പറ്റിയത്. എടാ, മനുഷ്യരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത് അവരവരുടെ സാഹചര്യമാണ്. അതുകൊണ്ട് മഞ്ജുവിനെ നമ്മൾക്ക് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല.